കളത്രം ഭാഗം 85. ഒരു സ്ത്രീ മകളും സഹോദരിയും കാമുകിയും ഭാര്യയും അമ്മയും ഒക്കെയായി പല വേഷങ്ങൾ കെട്ടിയാലും അവളുടെ ശക്തി എന്നും ഭാര്യ എന്ന വേഷമാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം അവളെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് ഏതു പ്രായത്തിലും അവർക്കുള്ള കരുത്ത് തന്നെയാണ്. അതില്ലാതെ വരുന്ന ഇടങ്ങളിൽ സൂരജിനെ പോലെ ചിലരുടെ നാവിൻ്റെ വേദന കൂടി ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ തനിച്ചാവാനാണ് ജയ? അമ്മ ഇനിയും ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ്. ആ സത്യത്തെ ഉൾക്കൊള്ളണം. സത്യയിലാണ് അമ്മയുടെ പ്രതീക്ഷയെങ്കിൽ അവളുടെ മുഴുവൻ ജീവിതവും ഒരിക്കലും അമ്മയെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതല്ല. അവൾക്ക് മുമ്പിൽ വിശാലമായ ഒരു ലോകമുണ്ട്. അവിടെ അവളെ സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും ഒരു പാതി കൂടി എത്തിയാൽ സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് അമ്മ അകന്നു നിൽക്കുന്നത് പോലെ അവളിൽ നിന്നും അകലും. അതുമാത്രവുമല്ല, അമ്മയെ കൊണ്ട് ഒരിക്കലും ഈ മക്കളെ നേർവഴിക്ക് നടത്താൻ കഴിയില്ല. അത് അമ്മയുടെ കുറ്റമൊന്നുമല്ല. അമ്മ തളർന്ന് കാണാൻ ചുറ്റും ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് വിജയിച്ചു നിൽക്കാൻ അമ്മയ്ക്ക് പ്രയാസമായിരുന്നു. ഇനിയിപ്പോൾ തിരുത്താനും കഴിയില്ല. ആർക്കു വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ജീവിക്കുന്നത്? ആരെങ്കിലും അമ്മയെ ജീവനായി കരുതി കൂടെ നിർത്തുന്നുണ്ടോ? എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. നാളെ ഞാനില്ലാതെയായാൽ, അല്ലെങ്കിൽ ഈ മായമ്മയും കുടുംബവും ഇവിടെ നിന്ന് മാറിപ്പോയാൽ അമ്മ എന്ത് ചെയ്യും? എന്നും അടുത്തുള്ള ഓരോരുത്തരെ ആശ്രയിച്ച് കഴിയുന്നതിനേക്കാൾ തുറന്നു സംസാരിക്കാൻ ഒരു കൂട്ടുള്ളത് നല്ലതല്ലേ? ഇപ്പോഴമ്മയ്ക്ക് ആരോഗ്യത്തിന് പ്രശ്നമില്ല. നാളെ ഇങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? ആ സമയം അമ്മയ്ക്കൊപ്പം മടുപ്പില്ലാതെ ഒരാൾ കൂട്ടിയിരിക്കണമെങ്കിൽ അമ്മയുടെ ജീവിതം അയാളുടേതു കൂടിയാവണം. ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് മാത്രമേ വാർദ്ധക്യത്തിൽ പോലും അയാളുടെ ലോകം തൻ്റെ ഭാര്യയിൽ ഒതുക്കി നിർത്താൻ പോലും കഴിയൂ. പലരും വന്നും പോയും ഇരിക്കുന്ന ജീവിതത്തിൽ ചേർന്നിരിക്കുന്ന രണ്ട് വ്യക്തികൾ എല്ലായ്പ്പോഴും ഭാര്യയും ഭർത്താവും മാത്രമാണ്. അമ്മയുടെ പ്രായത്തിനുള്ളൊരു കൂട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്കാകുമ്പോൾ അമ്മയെ കേൾക്കാൻ, കൂടെ ഒരാളുണ്ടെന്ന് തോന്നിപ്പിക്കാൻ, ആ നിമിഷങ്ങളിലും സന്തോഷത്തോടെ കഴിയാൻ, അങ്ങനെ 100 കാരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അമ്മയെ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മയെന്നും സന്തോഷത്തോടെ ജീവിച്ച് കാണാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെട്ടത്. ഫോഴ്സ് ചെയ്തിട്ടല്ല, ഒരഭിപ്രായം പറഞ്ഞുവെന്ന് മാത്രം. അതും ഇവിടെയുള്ള ഓരോ വ്യക്തികളും ആ തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അമ്മയോട് പറഞ്ഞത്. ഇന്നലെ സത്യയുടെ മുറിയിൽ കയറിയ ഒരുവൻ നാളെ അമ്മയുടെ മുറിയിൽ കയറില്ലെന്ന് തോന്നുന്നുണ്ടോ? തുളസിയിൽ വീണ്ടും പകപ്പ് നിറഞ്ഞു. സത്യ ഒരിക്കലും സൂരജ് പറഞ്ഞതുപോലെയുള്ള പ്രവൃത്തി ചെയ്യില്ല. അവൾക്ക് തെറ്റുപറ്റി, അവളത് തിരുത്തി. പിന്നെ സൂരജ്, ഇതെല്ലാം അവൻ്റെ പ്ലാനാണെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും അവൻ ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് വന്നയുടനെ ഞാൻ മുത്തശ്ശി കിടന്ന മുറിയിൽ കയറി നോക്കിയത്. ആ മുറിയുടെ കുറ്റി നേരത്തെ പോയതാണ് ജയ. സത്യ അവിടെ കിടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിനോദേട്ടനോട് നന്നാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അമ്മ കിടന്ന മുറിയല്ലേ, ചേർത്തടയ്ക്കാതെ ഇട്ടിട്ട് പിന്നെ അത് അമർത്തി അടയ്ക്കുമ്പോൾ വലിയ ശബ്ദവും കേൾക്കും. കുറ്റിയെടുക്കാൻ സത്യയ്ക്ക് ഒരിക്കൽ ബുദ്ധിമുട്ടും ഉണ്ടായി. അവൾ തന്നെയാ അകത്തു നിന്നത് അഴിച്ചത്. അതിനുശേഷം വെറുതെ ചാരിയിടുകയുള്ളൂ. ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞിട്ട് മിക്കവാറും ദിവസങ്ങളിൽ സ്പ്രേ ചെയ്യുന്നത് കാണാം. അങ്ങനെയാണ് ഞാൻ വിനോദേട്ടനോട് പറഞ്ഞത്. കതക് താഴേക്ക് ഇറങ്ങിയത് കൊണ്ട് മുഴുവനായി അടയ്ക്കാനും പറ്റിയിരുന്നില്ല. ഉളി നന്നാക്കിയിട്ട് ശരിയാക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ശരിയാക്കിയല്ലോ. എന്നിട്ടും അവൾ എന്താ കതകിന് കുറ്റിയിടാഞ്ഞത്? എനിക്കറിയില്ല ജയ, ഞാൻ ചോദിച്ചില്ല. മറന്നതാവും. പിന്നെ ബോധപൂർവമാണെങ്കിൽ സത്യയുടെ മുറി മുകളിലല്ലേ, അവിടെയല്ലേ അങ്ങനെ വരേണ്ടത്. കൃഷ്ണ കാണാതെ സൂരജിനോട് സംസാരിക്കാൻ വേണ്ടി പോലും അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്ന് വെച്ചാൽ സത്യ ഇവിടെ കിടക്കുന്ന കാര്യം സൂരജിന് അറിയില്ലേ? ഇല്ല ജയ, കൃഷ്ണയ്ക്കും അറിയില്ല. സുരഭിക്കോ? അവൾക്കറിയാം. കള്ളൻ വന്ന വഴിയൊക്കെ എനിക്ക് മനസ്സിലായി. സത്യ സംസാരിക്കുന്നത് വരെ ഞാൻ ഇക്കാര്യത്തിൽ ഇനി ഇടപെടില്ല. തെറ്റ് അവളുടെ ഭാഗത്തുണ്ട്. സൂരജുള്ള വീട്ടിൽ കഴിയുമ്പോൾ അടച്ചുറപ്പുള്ള സുരക്ഷിതമായ മുറിയിൽ തന്നെ അവൾ കിടക്കണമായിരുന്നു. മറ്റൊന്ന്, ഞാൻ ഒരിക്കലും അമ്മയെ എൻ്റെ അമ്മയിൽ നിന്ന് വേർതിരിച്ച് കണ്ടിട്ടില്ല. ഇനിയൊട്ട് കാണുകയുമില്ല. എനിക്ക് അമ്മയെക്കുറിച്ച് മോശം ചിന്താഗതികളുമില്ല. ഞാനെന്നാൽ ഇറങ്ങുക. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇപ്പോഴും അമ്മയുടെ കയ്യിൽ തന്നെയാണ്. ഇക്കാര്യത്തിൽ അമ്മ തന്നെ തീരുമാനമെടുത്താൽ മതി. അന്ന് സംസാരിച്ചത് അമ്മയെ സ്നേഹിക്കുന്ന ഓരോരുത്തരോട് സൂചിപ്പിച്ചിട്ടാണ്. വിവേകിൻ്റെ കുടുംബവും സൂര്യയും സത്യയും ഒക്കെ അതിലുൾപ്പെടും. അവർക്ക് ആർക്കുമില്ലാത്ത എതിർപ്പ് ഞാനിവിടെ 2 പേരിൽ നേരത്തെ കണ്ടതുമാണ്. അമ്മയെ സ്നേഹിക്കാത്തവർക്ക്
അമ്മയുടെ ഭിക്ഷ കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ യാതൊരു അവകാശവുമില്ലെന്നാണ് എൻ്റെ പക്ഷം. പിന്നെ കൃഷ്ണ, അവളോട് അഭിപ്രായം ചോദിക്കണമെന്നുണ്ടെങ്കിലാവാം. മനസ്സിലാക്കിയിടത്തോളം അതൊരു നല്ല കുട്ടിയാണ്. ദുഷിച്ച ചിന്തകളൊന്നും അതിൽ നിന്നുണ്ടാവില്ല. ഞാൻ ഇറങ്ങുന്നു. ജയദേവൻ അധിക നേരം നിൽക്കാതെ ഇറങ്ങുമ്പോൾ സൂരജിന്റെ വാക്കുകളേക്കാൾ തൻ്റെ വാക്കുകളാണ് അവനെ തളർത്തിയതെന്നോർത്ത് തുളസിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. നീ ഇങ്ങനെ എത്ര നേരം മുഖം വീർപ്പിച്ചിരിക്കും കൃഷ്ണേ? സൂരജ് കൃഷ്ണയോട് തഞ്ചത്തിൽ അടുക്കാൻ ശ്രമിച്ചു. തൊട്ടു പോകരുതെന്നെ. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന മുഖവുമായി തിരിഞ്ഞവളുടെ ഭാവം അവന് പുതുതായിരുന്നു. എന്താ കൃഷ്ണ ഇത്? ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ? ഇവിടെ എല്ലാവരും പറഞ്ഞു വെച്ചു. അവളോടൊരു താല്പര്യവും തോന്നി. കാഴ്ചയിൽ പോലും എന്നെ മോഹിപ്പിക്കുന്ന ഒന്നും അവളിൽ ഇല്ലായിരുന്നു. എന്നിട്ടും അവളെ കൂടെ കൂട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രേമിക്കുന്ന പെണ്ണല്ലേ, അല്ലറ ചില്ലറ കുസൃതികൾ കാണിക്കാത്ത ആരാണുള്ളത്? പിന്നെ കെട്ടുന്ന പെണ്ണിന്റെ അടുത്ത് തുമ്മിയതും തെറിച്ചതും പറയേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞു പോയതല്ലേ. വെറുതെ ഭാര്യയ്ക്ക് മുമ്പിൽ നിഷ്കളങ്കനാവാൻ തുറന്നു പറഞ്ഞിട്ട് അതൊരു ഇഷ്ടക്കേടായി കിടക്കും. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ പോലും അത് ബാധിക്കും. നീ എന്താ സൂരജ് എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാനൊരു പൊട്ടിയാണെന്നാണോ? ഞാൻ അങ്ങനെ കരുതുവോ കൃഷ്ണേ? ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത്? താലി കെട്ടിയെന്ന് കരുതി ഞാൻ നിന്റെ അടിമയെ നിൽക്കുമെന്നാണോ? അല്ലറ ചില്ലറ കുസൃതി പോലും. ഇതൊക്കെ ഞാനാണെങ്കിലോ? സൂരജിന്റെ കുസൃതി കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാനും അറിഞ്ഞതല്ലേ. അതുകൊണ്ട് അത്ര നിസ്സാരമായി അതിനെ എന്നോട് പറഞ്ഞു വെക്കണ്ട. സൂരജിന് ദേഷ്യം വന്നെങ്കിലും അവനത് അടക്കി വെച്ചു. നീ നിന്റെ മെയിലൊന്ന് ചെക്ക് ചെയ്തേക്ക്. ഇനി മുതൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിനക്കില്ല. ഞാൻ വല്യച്ഛൻ്റെ മോനെ വിളിച്ചു പറഞ്ഞിരുന്നു, നിനക്ക് ജനറൽ മാനേജർ പോസ്റ്റ് തന്നില്ലെങ്കിൽ ഇനി അവിടെ ജോലി ചെയ്യില്ലെന്ന്. ആകാശം ഇടിഞ്ഞു വീണാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങേര് ഒരു പ്രത്യേക തീരുമാനമെടുക്കും. ടെർമിനേഷൻ. വല്യച്ഛൻ്റെ ഷെയർ കൂടി വാങ്ങാൻ അച്ഛന് പ്രാണുള്ളത് കൊണ്ട് പുള്ളിയുടെ തലയ്ക്ക് മീതെ നീ വരുമെന്ന് ചിന്തിക്കാതിരിക്കാൻ പൊട്ടനൊന്നുമല്ലല്ലോ. അതുകൊണ്ട് നല്ല ഒന്നാന്തര ക്രമക്കേട് നിന്റെ പേരിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ടെർമിനേഷൻ മെയിൽ ചെയ്തിട്ടുണ്ട്. സൂരജ് അവളെ പകപ്പോടെ നോക്കി. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. അതേപോലെ നേരത്തെ പുറത്തേക്ക് പോയപ്പോൾ അധികാരത്തിൽ എടുത്തുകൊണ്ടുപോയ വണ്ടിയില്ലേ, അതിന്റെ താക്കോലിങ്ങ് തന്നേക്ക്. അതെന്തിന്? ഞാനല്ലേ ലോൺ അടയ്ക്കുന്നത്. ഞാൻ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സൂരജ് ലോൺ അടയ്ക്കാൻ നിൽക്കേണ്ട. അന്ന് സൂരജിന്റെ പേരിൽ വണ്ടി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ലോൺ എടുക്കാൻ വാശി കാണിച്ചത്. ഇല്ലെങ്കിൽ ഇതെല്ലാം അച്ഛൻ്റെ പേരിലോ എൻ്റെ പേരിലോ ആയേനെ. അവർക്ക് മുന്നിൽ നിനക്കൊരു വ്യക്തിത്വമുണ്ടെന്ന് കാണിക്കാനുള്ള എൻ്റെ ശ്രമങ്ങളൊക്കെ നീ തന്നെ തകർത്തു. നീ മികച്ചു തന്നെ നിൽക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇനി അതില്ല. നിന്നിലേക്ക് അടുക്കും മുമ്പ് പലവട്ടം പലതും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നീ എന്നെ സമർത്ഥമായി വഞ്ചിച്ചു. ഇവിടെ വന്ന് കയറിയ നിമിഷം മുതൽ ഞാൻ സത്യം ശ്രദ്ധിക്കുന്നതാണ്. ആ കുട്ടിയുടെ മുഖത്തെ കല്ലിച്ച ഭാവം നിന്നെ വിവാഹം കഴിക്കാതെ പോയതിൻ്റെ നിരാശയാണെന്നാണ് ഞാൻ വിലയിരുത്തിയത്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. അവൾക്ക് നിന്നോടുള്ളത് പകയും വെറുപ്പുമാണെന്ന് മനസ്സിലാക്കാൻ ഈ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു. അവളെല്ലാം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സൂരജ്, നിങ്ങളുടെ ബന്ധത്തിൻ്റെ തലങ്ങൾ വരെ. സൂരജ് പല്ലുകൾ ഞെരിച്ച് സത്യമെന്ന് മുരളുമ്പോൾ കൃഷ്ണ പുച്ഛത്തോടെ ചിരിച്ചു. വിധേയപ്പെട്ട് നിൽക്കുന്നവരൊന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയില്ല സൂരജ്. അവളെ ഇനി നിനക്ക് ഭയപ്പെടുത്താൻ കഴിയില്ല. ഞാനതിന് നിന്നെ അനുവദിക്കുകയുമില്ല. കൃഷ്ണ പല്ല് ഞെരിച്ചു. സൂരജിനതിന് നിന്റെ അനുവാദം വേണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്ക് കൃഷ്ണേ. നീ വന്നാലും പോയാലും എനിക്കൊരു ചുക്കുമില്ല. നിന്നെ കെട്ടാൻ തീരുമാനിക്കുമ്പോൾ നിന്റെ അപ്പൻ്റെ കയ്യിലെ പൂത്ത പണം തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ മടുപ്പ് തോന്നിയതാ നിന്നോട്. അവൻ്റെ പരുഷമായ വാക്കുകളിൽ അവൾക്ക് നെഞ്ചു വലിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തുളസി സൂചിപ്പിച്ച കാര്യമാണ് അവനീ വിളിച്ചു പോകുന്നത്. എങ്കിലും ഒരല്പമെങ്കിലും ആത്മാർത്ഥത അവനുണ്ടാകുമെന്ന് എവിടെയൊക്കെയോ അവൾ വിശ്വസിച്ചിരുന്നു. സത്യയോട് ചെയ്തത് പ്രായത്തിൻ്റെ തെറ്റാണെന്ന് അവളോട് തന്നെ വാദിച്ച മനസ്സിനോട് അവൾക്ക് പുച്ഛം തോന്നി. എനിക്ക് നിന്റെ മനസ്സിനോടോ ശരീരത്തിനോടോ യാതൊരു താല്പര്യവുമില്ലെന്ന് പറഞ്ഞാലോ കൃഷ്ണേ? അവൾ തനിക്ക് മുന്നിലൊന്ന് കരഞ്ഞു കാണാൻ മോഹിച്ചവൻ വീണ്ടും പറഞ്ഞു. തനിക്ക് മുന്നിൽ അനുസരണ കാണിക്കുന്ന കൃഷ്ണയെയാണ് അവൻ ആഗ്രഹിച്ചത്. താൻ അവഗണിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ഇവൾ തന്നിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും എന്നവൻ ഉറപ്പിച്ചിരുന്നു. സ്നേഹം എന്നൊന്നില്ലാത്ത ഈ നിമിഷത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി നടക്കാത്തത് നിന്നോടുള്ള ഭയമോ ഈ താലിയോടുള്ള ഇഷ്ടമോ കൊണ്ടല്ല. ഞാൻ കാത്തുവെച്ച് പകർന്ന എൻ്റെ പ്രണയം നഷ്ടമായതിൻ്റെ പകയോടെയാണ്. ഈ ജന്മം മുഴുവൻ ഞാൻ നിന്നെ വിട്ടുപോകില്ല സൂരജ്. കൃഷ്ണ എന്താണെന്ന് ഇനിയാണ് നീ മനസ്സിലാക്കുക. ഒരു പെണ്ണിൻ്റെ പക എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും. നിന്നിലേക്ക് വന്നു ചേരുമ്പോൾ
സ്നേഹമുള്ളൊരു ഭർത്താവിനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും തുണയായി നിൽക്കുന്ന ഒരുവൻ. അച്ഛനായ ഒരുവനെ കണ്ടെത്തിയാൽ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നുമല്ലാതെയായി പോകുമെന്ന പേടി കൊണ്ടാണ് പ്രേമിക്കാൻ തീരുമാനിച്ചത്. അതിങ്ങനെയുമായി. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. പിന്നെ നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഭർത്താവ് അവിഹിതം ചെയ്താൽ കരഞ്ഞു വിളിച്ച് അയാളുടെയും കാമുകിയുടെയും മുന്നിൽ ഒരു ജീവിതത്തിനു വേണ്ടി ഭാര്യമാരെ യാചിക്കുമെന്ന്. ഒടുക്കം രണ്ടിലൊരാൾക്കും അടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഭാര്യയാണ് നല്ലതെന്നും മറ്റേ ബന്ധം വെറും നേരമ്പോക്കും മാത്രമാണെന്ന് പറഞ്ഞു വരും. കണ്ണുനീരുമായി കുറ്റബോധത്തിൽ നിൽക്കുന്ന ഭർത്താവിനോട് പല കാരണങ്ങൾ കൊണ്ട് ഭാര്യ ക്ഷമിച്ചു കളയും. എന്തു ചെയ്താലും ഭാര്യ കരഞ്ഞു കാണിച്ചിട്ടൊടുവിൽ ക്ഷമിച്ചോളുമെന്ന ചിന്ത ആണുങ്ങൾക്ക് പൊതുവെ വരും. എൻ്റെ ശരീരത്തിൽ നീ തൊടുമ്പോൾ ഒരു എച്ചിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സൂരജ്. ഇതുവരെ ഭക്ഷിച്ചത് എച്ചിലാണെന്ന് ഓർത്തുള്ള വോമിറ്റിംഗ് ടെൻഡൻസി നിലനിൽക്കുമ്പോൾ നിന്റെ സാന്നിധ്യം പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എടീ, സൂരജ് ദേഷ്യത്തിൽ ചീറി. എന്താ സൂരജ്, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇനി നീ എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമെന്ന് കൂടി ഓർത്തോണം. കൃഷ്ണയുടെ പുതിയ മുഖത്തിനു മുമ്പിൽ സൂരജ് പകപ്പോടെ കഴിയുന്നതിനൊപ്പമാണ് അവളുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള വഴക്കുകൾ. കല്യാണം കഴിഞ്ഞപ്പോൾ ജോലി വേണ്ടെന്ന് വെച്ചത് അയാളെ മുഷിപ്പിച്ചെന്ന സംസാരത്തിൽ വ്യക്തമായിരുന്നു. ഒപ്പം ഓഫീസിൽ കാണിച്ച ക്രമക്കേടുകളും. അയാളുടെ നാണക്കേടിൻ്റെ വലിയ വശങ്ങൾ പറയുമ്പോൾ അച്ഛനേക്കാൾ ഭേദം മകളാണെന്ന് അത് കേട്ടപ്പോൾ അവന് തോന്നിപ്പോയി. തീരുമാനങ്ങൾ കൃഷ്ണ കൂടി ചേർന്നാണ് എടുത്തത്. മുമ്പ് എൻ്റെ മാത്രം തീരുമാനമായിരുന്നല്ലോ. ഇപ്പോൾ കൃഷ്ണയുടെ ഇഷ്ടം കൂടി പരിഗണിക്കേണ്ടേ അച്ഛാ? സൂരജ് താഴ്മയോടെ പറഞ്ഞപ്പോൾ അയാളൊന്നടങ്ങി. മാസം നിന്റെ അക്കൗണ്ടിൽ നിന്ന് കാറിൻ്റെ പണം പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ നീ അവളെ കൊണ്ട് ലോൺ ക്ലോസ് ചെയ്യിക്കാൻ നോക്കുന്നത്? ലോൺ ക്ലോസ് ചെയ്യാനോ? എപ്പോൾ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് അവളൊന്നും പറഞ്ഞില്ല അച്ഛാ. രാധാകൃഷ്ണൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൾ നിന്റെ അമ്മയുടെ കൂടെ ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ടോ? അത് ചിലപ്പോഴൊക്കെ. എന്നാൽ അത് വേണ്ട. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഞാൻ നിന്നോട് കല്യാണം കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്. നാട്ടിലുള്ളവരുടെ മുമ്പിൽ എൻ്റെ മോൾ തുള്ളി നടക്കുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ അമ്മയൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ നിമിഷം ഞാൻ ഈ ബന്ധത്തെ എതിർത്തതാണ്. പിന്നെയും അവളുടെ കരച്ചിൽ കണ്ടിട്ടാണ്. രാധാകൃഷ്ണൻ വർദ്ധിച്ച ദേഷ്യത്തിൽ പറയുമ്പോൾ അവനെ നെറ്റി ചുളിഞ്ഞു. അതിന് കൃഷ്ണയ്ക്ക് ഡാൻസിനോട് താല്പര്യമുണ്ടോ? അവൾ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീയും അവളും തമ്മിൽ പ്രേമത്തിൽ തന്നെ ആയിരുന്നില്ലേ? രാധാകൃഷ്ണന്റെ ചോദ്യത്തിൽ അവൻ പതറി. അത് പിന്നെ എനിക്ക് ഡാൻസിനോട് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാകും അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അയാളൊന്ന് അമർത്തി മൂളി. രണ്ടാളും ഇനി പോരാൻ നോക്ക്. അവളിനി സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. നിന്റെ ബുദ്ധിയാണോ? സൂരജ് അമർഷത്തിൽ നെറ്റിയിൽ അമർത്തി തിരുമി. അച്ഛന് അച്ഛൻ്റെ മകളെ അറിയില്ലേ? പല കാര്യങ്ങളും അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് ബുദ്ധി കാണിക്കാനാണ്? തൻ്റെ മകളുടെ മുമ്പിൽ ഒതുങ്ങി നിൽക്കുന്നവൻ തന്നെയാണ് സൂരജ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവൻ്റെ കാതുകളിൽ ചിലങ്കയുടെ ശബ്ദം പതിഞ്ഞു. തുടരും.